Hi, Namaste, welcome back viewers, welcome back to my channel Pink Trader. 1 മിനിറ്റിലൂടെ ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അതിൽ 1 മിനിറ്റിൽ നമുക്ക് എത്രത്തോളം സക്സസ് ഉണ്ട്, അതായത് മോർണിംഗിൽ ഒരു 11 o'clock മുന്നേ നമുക്ക് 1 മിനിറ്റിൽ ഈസിയായി ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയുടെ അതിൻ്റെ കോൾ ഓപ്ഷനിൽ കിട്ടിയ പെർഫോമൻസ് ആണ്. അതിൽ 25,900 വന്ന ട്രേഡാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ മോർണിംഗിൽ കിട്ടിയ ട്രേഡിൻ്റെ ഒരു ആ ബ്രേക്ക്ഔട്ട് കിട്ടിയ സമയത്ത് നിന്ന് വന്ന ട്രേഡിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വിൻ ട്രേഡിൽ നമുക്ക് കറക്റ്റായിട്ട്, അതായത് എൻട്രി എക്സിറ്റ് ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അത് 1 മിനിറ്റിലാണെങ്കിൽ റിസ്ക്കിയാണ്. പക്ഷെ 5 കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ചെറിയ, അതായത് പെട്ടെന്ന് ട്രേഡ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കമ്പാരിസൺ എങ്ങനെ ചെയ്യാം, അതിൽ എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യണം, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ട്രേഡിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്ന് നമുക്ക് ബൈയുടെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് പോയി, മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഗ്യാപ്പ് അപ്പിൽ കയറി, അവിടെ നിന്ന് ശേഷം കുറച്ച് നേരം മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. പിന്നെ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടിയത്, റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടും ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ്. അപ്രോക്സിമേറ്റ് ആ സമയത്ത് ഒരു 10 മണിക്ക് 5 മിനിറ്റ് മുമ്പ് 9:55 അവിടെ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആ സമയത്ത് ബ്രേക്ക്ഔട്ട് കിട്ടിയ സമയത്ത്, അതായത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത സമയത്ത് 25,900 ഞാൻ അഡ്ഡ മണിയിൽ നമുക്ക് അവിടെ കോൾ ഓപ്ഷൻ ഞാൻ അവിടെ ഓപ്പൺ ചെയ്തത്. അത് 1 മിനിറ്റിൽ ആ സമയത്ത് 109 ട്രേഡ് കിട്ടി. അവിടെ നിന്ന് ടാർഗറ്റ് 3 നമുക്ക് കൊടുത്തിട്ടുണ്ട്, 3 ഹിറ്റ് ആയിട്ടുണ്ട്. 148 വരെ ആ ട്രേഡ് പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം മോർണിംഗിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പിന്നെ ബ്രേക്ക് 120 പിന്നെയും പോയിരുന്നു. അവിടുന്ന് മാർക്കറ്റ് 150 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറുതായിട്ട് റിട്രേസ്മെൻറ്റ് കാണിക്കുന്നത്. നമുക്ക് പോയിന്റ് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് രണ്ടാമത്തെ ഡിപ്പിൽ നിന്ന് പിന്നെ തിരിച്ച് കയറുമ്പോൾ അടുത്ത എൻട്രി എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട വിധം നമുക്ക് സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു നിഫ്റ്റിയില്ല, ഒരു ബൈ ആണെങ്കിലും ഒരു സെല്ലാണെങ്കിലും നമുക്ക് സിഗ്നൽസ് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും. അപ്പോൾ ഏത് ഡീറ്റെയിൽസ് ആണ് അത് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ, താഴത്തെ ബാർ നോക്കണം, ക്യാൻഡിൽ കളർ നോക്കണം. ഇത് രണ്ടും ഓക്കെ ആയതിനു ശേഷം ട്രേഡ് എടുക്കാം. അപ്പോൾ 1 മിനിറ്റിലാണെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ കൂടെ നോക്കുക. അപ്പം നമുക്ക് ഇപ്പോൾ സിഗ്നലിൽ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് കയറി കുറച്ച് കയറിയപ്പോൾ പിന്നെ കുറച്ച് നേരം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. അപ്പോൾ ഇവിടെ വൈറ്റ് കളർ അവിടെ എക്സിറ്റ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രേഡ് എടുത്താൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ താഴെ ഗ്രീൻ ആയിസിക്ക് നമുക്കത് ഹോൾഡ് വേണം ചെയ്യാം, കാരണം അവിടെ ഒരു സെൽ ഇൻഡിക്കേഷനിലേക്ക് മാറിയില്ല, ഒരു ചെറുതായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ കയറിയത്. അപ്പോൾ ഇവിടെ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ 5 മിനിറ്റ്സ് നമുക്ക് അവിടെ നോക്കുമ്പോൾ 5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ ട്രേഡ് കറക്റ്റായിട്ട് അവിടെ കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ സിഗ്നൽ കൺഫേം അല്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു കയറ്റം കയറിയെന്നല്ലാണ്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ട്രേഡ് അവിടെ വന്നിട്ടില്ല 5 മിനിറ്റ്സിൽ. അപ്പോൾ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ അവിടെ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് താനും. 1 മിനിറ്റിൽ നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡിന് സാധ്യത ഇല്ലെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പെട്ടെന്ന് സഡൻ പോകുന്ന മൂവ്മെൻറ്റിൽ 1 മിനിറ്റ് കൺഫർമേഷൻ നമുക്ക് സിഗ്നൽ തരുമെങ്കിലും ആ കൺഫർമേഷൻ കറക്റ്റ് ലെവലും മാച്ച് ആകത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് അല്ല, പക്ഷേ ചെറിയ ട്രേഡ് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ട്രേഡ് വരും, നമുക്ക് ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാം എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ മൊമെൻറ്റ് നോക്കുമ്പം ഇന്നത്തെ മൊമെൻറ്റിൽ നമുക്ക് മോർണിംഗ് 11 o'clock മുന്നേ തന്നെ നല്ല റിട്ടേൺസ് നമുക്ക് കോൾ ഓപ്ഷൻ 25,900 എടുത്ത് നമുക്ക് റിട്ടേൺ എടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ബൈ കണ്ടിന്യൂഷൻ ആണ്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ ഇപ്പോഴും ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ട്രേഡ്, നമുക്ക് അടുത്ത ഒരു ബൈക്ക് ചാൻസ്, നമുക്ക് അടുത്ത നെക്സ്റ്റ് ട്രേഡ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ റീ എൻട്രി ലെവലിൽ തരും. അല്ലെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് പിന്നെയും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അടുത്ത ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ 5ഉം 1ഉം കൂടെ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ച് പെട്ടെന്ന് നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യണോ, അത് നമുക്ക് സ്ട്രോങ് ആയിട്ട്, അതായത് നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ലൈവ് പെർഫോമൻസ് സോഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു കാണണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.